നമ്മൾ മേക്കിംഗ് ലോൺസ് ആൻഡ് അഡ്വാൻസിൻ്റെ പാർട്ട് 1 പഠിച്ചു. അതിൽ ലോൺസ്, ക്യാഷ് ക്രെഡിറ്റ്, ഓവർ ഡ്രാഫ്റ്റ്. ലോൺ കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞു, അതായത് മോർഗേജ് ലോൺസൊക്കെ, പ്രോപ്പർട്ടി ലോൺസൊക്കെയാണ് ലോൺസിൽ പറഞ്ഞത്. അത് അഗ്രികൾച്ചറും ബിസിനസ്സും ട്രേഡേഴ്സും ഇൻഡസ്ട്രീസിന് കൊടുക്കുന്നത് മോർ ദാൻ 1 ഇയറിൽ കൊടുക്കുന്നു. എമൗണ്ട് എത്ര രൂപയാണ് ഒരു അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയ എമൗണ്ടിനാണ് ലോൺ കൊടുക്കുക എന്ന് പറഞ്ഞു. ക്യാഷ് ക്രെഡിറ്റും ഓവർ ഡ്രാഫ്റ്റും തമ്മിൽ ഡിഫറൻസ് എന്താണെന്ന് ഒരു സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്. രണ്ടും സിമിലർ ആണെന്ന് തോന്നിയെങ്കിലും ചെറിയ വ്യത്യാസമുണ്ട്. ഏറ്റവും ഓടിക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ് ക്യാഷ് ക്രെഡിറ്റിനെ കാട്ടിയും. അതുപോലെ തന്നെ ക്യാഷ് ക്രെഡിറ്റിന് എന്തിനൊക്കെ ആ ഫണ്ട് യൂസ് ചെയ്യുന്നുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ഓടിക്ക് അത്ര റെസ്ട്രിക്ഷൻസ് ഇല്ല. പിന്നെ പീരീഡ് എന്ന് പറയുന്നത് 1 ഇയർ ആണ്. മീൻസ് വളരെ ഷോർട്ട് പീരീഡിലേക്ക് ഓടി കൊടുക്കുക, മന്ത്ലി, ക്വാർട്ടർലി എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ ക്യാഷ് ക്രെഡിറ്റ് 1 ഇയറിനാണ് കൊടുക്കാതെ. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഡ്യൂറേഷൻ കൂടുതൽ ക്യാഷ് ക്രെഡിറ്റ്, രണ്ട് ഷോർട്ട് ടേം ആണ്. ഏറ്റവും ഷോർട്ട് ടൈം ഓടിയാണ്. ഓടിയുടെ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ കാര്യം പറഞ്ഞു, ഡ്യൂറേഷൻ്റെ കാര്യം പറഞ്ഞു. സെപ്പറേറ്റ് അക്കൗണ്ട് ഓടിക്ക് ഓപ്പൺ ചെയ്യേണ്ട. എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് അവരുടെ റിലേഷൻഷിപ്പിൻ്റെ ബേസിസിലാണ് കൊടുക്കുക. മറ്റേ ബിസിനസ് റിക്വയർമെൻറ്റ്, കാരണം ആവശ്യം കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് പറയും. സി സിയുടെ ഫണ്ട് ഇങ്ങനെ യൂസ് ചെയ്യാവുമെന്ന് പറയും. സി സിക്ക് ഓടിക്ക് അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഇല്ല. ഓക്കെ. പിന്നെ റിലേഷൻഷിപ്പ് അനുസരിച്ചിട്ടാണ് ഓടി കൊടുക്കുക കസ്റ്റമർ തമ്മിൽ. ഇനി നമ്മൾ പഠിക്കുന്നത് ഈ മേക്കിംഗ് ലോൺസ് ആൻഡ് അഡ്വാൻസിലെ നെക്സ്റ്റാണ് ഡിസ്കൗണ്ടിങ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. എന്താ ബിൽ ഓഫ് എക്സ്ചേഞ്ച്? ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഒരു 2 ട്രേഡർ തമ്മിൽ പറയുകയാണ് അതായത് പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കും. ഇനി 3ാം ചാപ്റ്റർ പഠിക്കാനുള്ളതാണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സിൽ എന്താണ്, അതായത് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഒരു ട്രേഡിങ് നടത്തുമ്പോൾ ഇത്ര രൂപ ഇന്ന ദിവസം ഇന്നാൾ തരുമെന്നൊരു നമ്മളൊരു ഇൻസ്ട്രുമെൻറ്റിൽ പറയും, ഇൻസ്ട്രുമെൻ്റ് ഇൻ റൈറ്റിങ്ങിൽ പറയും. അതായത് ഇപ്പം ഞാൻ നിങ്ങളുടെ ക്ലാസ്സിലത്തെ ഒരു കുട്ടിക്ക് ഒരു മേക്കർ ഉണ്ടായിരിക്കും, പെയർ ഉണ്ടായിരിക്കും, അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്കൊരാൾക്ക് ഇങ്ങനെ നിങ്ങൾ സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. ഒരു ബിസിനസ്സുകാർക്ക് ഒരാൾ ആരോ കാശ് കൊടുക്കാണ്ട് അങ്ങനെ അയാൾക്ക് കയ്യിൽ കിട്ടിയ സാധനമാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഒക്കെ ഒരു ബില്ല് കിട്ടിയിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഡേറ്റ് ഇന്നല്ല. ഓക്കെ. ആ ഡേറ്റ് ഒരു 3 മാസം 4 മാസം അല്ലെങ്കിൽ 1 വർഷം എത്രയാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാവും. ആ പീരീഡിലുള്ള എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ട്, പക്ഷേ ആ ബില്ല് നമ്മളെ കാശൊക്കെ എന്ന് കിട്ടുള്ളൂ, ആ മെച്യൂരിറ്റി ഡേറ്റിലേ കിട്ടുള്ളൂ. പക്ഷെ നമുക്ക് കാശിന് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ബില്ല് ബാങ്കിലാണ് കൊടുക്കുക. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യും, നമ്മൾ എന്നാണോ സാങ്ഷൻ ആയിട്ടിരിക്കുന്നത് ആ പീരീഡ് മുതലേ ഇനി എന്നാണോ നമുക്ക് ബാങ്കിൽ നിന്ന് സബ്മിറ്റ് അന്ന് മുതലേ ഇനി എന്നാണോ ഡേറ്റ് ഓഫ് സാങ്ഷൻ ആ പീരീഡ് വരെ കുറച്ച് എമൗണ്ട് ഡിഡക്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് നമുക്ക് തരും. അതായത് ആ ഡയറക്റ്റ് എമൗണ്ടാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പോൾ എനിക്ക് 1 ലക്ഷം രൂപ, ഇപ്പോൾ ഇന്നത്തെ ദിവസം വിചാരിക്കും ഡിസംബർ 1-ാം തീയതി ഞാൻ 1 ലക്ഷം രൂപ എനിക്ക് മാർച്ച് തരാനുള്ള ഒരു ബില്ലിൻ്റെ കയ്യിലുണ്ട്. ഞാൻ എന്ത് ചെയ്തു, ബാങ്കിൽ പറയാം എനിക്ക് മാർച്ചിലാണ് ഈ കാശ് കിട്ടുള്ളൂ, അപ്പോൾ എനിക്ക് ഈ ബില്ലൊന്ന് ഡിസ്കൗണ്ട് ചെയ്ത് തരണം, ബില്ലിലത്തെ എമൗണ്ട് തരണം എന്ന് പറഞ്ഞാൽ അത് ഡിസ്കൗണ്ട് ചെയ്തിട്ട് തരും. 1 ലക്ഷം രൂപ ചിലപ്പോൾ നമുക്ക് മാർച്ചിൽ വെയിറ്റ് ചെയ്ത് കിട്ടണം. പക്ഷേ ബാങ്ക് നമുക്ക് ഡിസംബർ 1-ാം തീയതി കിട്ടിയ ബില്ല് നമ്മൾ ഡിസംബറിൽ തന്നെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ മാർച്ച് വരെ വെയിറ്റ് ചെയ്യാതെ നമുക്ക് ആ കാശ് ഇപ്പോൾ 90,000 രൂപ അത് അവർ ഡിസൈഡ് ചെയ്യും, എമൗണ്ട് നമുക്ക് തരണതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ മണി അറ്റ് കോളും ഷോർട്ട് നോട്ടീസ് എന്ന് പറഞ്ഞാലും അത് ബിസിനസ് ജനറലി നമ്മൾ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസോ ആർക്കെങ്കിലും പെട്ടെന്ന് ഒരു 7 ദിവസത്തിന് കാശൊക്കെ ആവശ്യം ഉണ്ടാകുമ്പോൾ ബാങ്ക് കൊടുക്കുന്നതാണ് ഷോർട്ട് നോട്ടീസിൽ മണി അറ്റ് കോൾ എന്ന് പറയുന്നത്. അതായത് ബോറോവേഴ്സിന് 7 ദിവസത്തിനും കൂടുതൽ കൊടുക്കില്ല, 7 ദിവസം വെരി ഷോർട്ട് പീരീഡിൽ കൊടുക്കുകയാണ്. അതാണ് കൊടുക്കുന്നതിനാണ് പറയുന്നത് മണി അറ്റ് കോളറും ഷോർട്ട് നോട്ടീസ് എന്ന് പറയുന്നത്. ഇത് ലോൺ ജനറലി ഗ്രാൻഡ് ചെയ്യുന്നത് ആർക്കാ, ബാങ്കിനോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ഡീലർക്കോ ബ്രോക്കേഴ്സിന് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ ആൾക്കാർക്ക് കൊടുക്കുക. സാധാരണക്കാർക്കല്ല കൊടുക്കുക, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് കൊടുക്കുക. ദെൻ 6ാമതാണ് കൺസ്യൂമർ ക്രെഡിറ്റ്. നമ്മൾ ഈ ടെലിവിഷൻ ടി വിയും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പർട്ടി ലോൺസൊക്കെ എടുക്കില്ലേ, പ്രോപ്പർട്ടി ചില ഇങ്ങനെ കൺസ്യൂമർ ലോൺസ് എന്നൊക്കെ പറയുന്ന പോലെ കൺസ്യൂമർ ലോൺ, അതായത് നമുക്ക് സാധനം വാങ്ങിക്കാൻ വേണ്ടി ബാങ്കിൽ നിന്ന് ഹൗസ് ഹോൾഡ്സ് വാങ്ങിക്കാൻ വേണ്ടി എടുക്കുന്ന ലോണാണ് കൺസ്യൂമർ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഇതല്ലാതെ മിസ്ലേനിയസ് അഡ്വാൻസസ് ഉണ്ട്. അതായത് കൺസെഷൻ റേറ്റിൽ നമുക്ക് സെൽഫ് എംപ്ലോയിഡുകാർക്കും വീക്കർ സെക്ഷനുള്ള ആൾക്കാർക്കൊക്കെ ലോൺ അല്ലാതെ തന്നെ പല ടൈപ്പ് ലോണുകൾ ഇതിൽ വരും. അതാണ് മിസ്ലേനിയസ് ലോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് സെക്ഷനിൽ പറഞ്ഞ 3 ക്ലാസ്സിലത്തെയും എല്ലാം കൂടി ഒരു ദിവസത്തെ വീട്ടിൽ വരാം.
എല്ലാം കൂടി പറയുകയാണെങ്കിൽ മേക്കിംഗ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആണ്. ലോൺസും അഡ്വാൻസസ്, അതായത് ഔട്ട് ഓഫ് ഒരാൾ ഡെപ്പോസിറ്റ് ചെയ്യും ബാങ്കിലേക്ക്, ആ ഡെപ്പോസിറ്റ് എമൗണ്ടിൽ നിന്ന് കുറച്ച് എമൗണ്ട് റിസർവ് ചെയ്ത് വെച്ചിട്ട് ബാങ്കിൽ നിന്ന് ബാക്കിയുള്ള എമൗണ്ട് ലോണായിട്ട് അഡ്വാൻസ് പബ്ലിക്കിന് കൊടുക്കുന്നു. പല രീതിയിലാണ് ഈ ലോണും അഡ്വാൻസും കൊടുക്കുന്നത്. ആദ്യത്തേതാണ് ലോൺസ് എന്ന് പറയുന്നത്. ലോൺ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ മോർഗേജ് ലോൺ അല്ലെങ്കിൽ പ്രോപ്പർട്ടി ലോൺസാണ്. ഒരു സെക്യൂരിറ്റി വാങ്ങിച്ചിട്ട് ബാങ്ക് ഒരു എമൗണ്ട് കടമായിട്ട് കൊടുക്കുന്നു, അതിന് സെക്യൂരിറ്റി വാങ്ങിക്കുന്നു, അതിന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നു. മോർ ദാൻ 1 ഇയറിനാണ് വരുന്നത്. ഇനി ക്യാഷ് ക്രെഡിറ്റ് ഉണ്ട്, ഓഡി ഉണ്ട്. സി സിയും ഓഡി നമ്മൾ ഡിഫറൻസ് പറഞ്ഞു. സി സി എന്ന് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഈ ഫണ്ട് ഉപയോഗിക്കണം വളരെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കും. സെപ്പറേറ്റ് അക്കൗണ്ട് ചെയ്യണം. അതിന് സെക്യൂരിറ്റി എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് ആയിരിക്കും. കാരണം കറണ്ട് അസറ്റ്സ് ആയ ഷെയർ, ഡിബെഞ്ചർ, ഡിവിഡൻഡൊക്കെ കൊടുത്തിട്ടാണ് ക്യാഷ് ക്രെഡിറ്റ് കിട്ടുക. ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും. ഓഡി എന്ന് പറഞ്ഞത് ബാങ്കിൻ്റെ ക്രെഡിറ്റ് ആയിട്ടുള്ള റെപ്യൂട്ടഡ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതാണ്. അതിൻ്റെ അതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് കൃത്യമായിട്ടൊന്നും പറയണമെന്നില്ല. നമ്മൾക്ക് ഇത്തിരി കൂടിയൊക്കെ നോൺ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. മറ്റു ബിസിനസ് ആവശ്യങ്ങൾ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ്. സെപ്പറേറ്റ് അക്കൗണ്ട് ആവശ്യമില്ല. പീരീഡ് എന്ന് പറയുന്നത് 1 മന്തോ ക്വാർട്ടേർലി ഒക്കെ ആയിരിക്കാം. ക്യാഷ് ക്രെഡിറ്റിന് കുറച്ചുകൂടി പീരീഡ് കൂടുതൽ ഉണ്ടാവുക. വെരി ഷോർട്ട് പീരീഡാണ്. വെരി ഷോർട്ട് പീരീഡാണ് ക്യാഷ് ക്രെഡിറ്റ്, വളരെ ഷോർട്ട് പീരീഡാണ്. പിന്നെ പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. നമുക്ക് ആരെങ്കിലും കാശ് തരാനുണ്ടെങ്കിൽ നമ്മൾ ബിസിനസ് ട്രേഡ് നടത്തും, നമുക്ക് ബില്ലുകൾ കിട്ടുമല്ലോ, പിന്നീട് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ട്രാൻസാക്ഷൻസ് നടത്തും. ബിസിനസ് നടക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ക്രെഡിറ്റിന് കാശ് കൊടുക്കും. നമ്മൾ ക്രെഡിറ്റിനെ വിൽക്കും, ക്യാഷിനല്ലാതെ. ക്രെഡിറ്റ് സെയിൽസ് നടത്തുമ്പോൾ നമ്മൾ ക്രെഡിറ്റർ നമുക്കൊരു ബില്ല് തരും. ഇത്ര ദിവസം നിങ്ങൾക്ക് ഞാൻ ഇത്ര രൂപ തരാമെന്ന്. അപ്പോൾ ആ ബില്ല് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ സാമ്പത്തികം അത്രയും നിരക്കാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ബില്ല് ബാങ്കിൽ കൊണ്ടുകൊടുക്കും. അതിനാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ചെയ്യും. അപ്പോൾ ഫുൾ ബില്ലിൻ്റെ എമൗണ്ട് കിട്ടില്ല. നമുക്ക് കുറച്ച് എമൗണ്ട് അവർ ഡിസ്കൗണ്ടായിട്ട് നമ്മൾ ആ ബില്ലിൽ നിന്ന് ഡിസ്കൗണ്ട് ചെയ്യും. അത് അവരെ ചാർജാണത്. പിന്നെ വളരെ ഷോർട്ട് നോട്ടീസിലെ 7 ആഴ്ചയ്ക്ക് ഒരാഴ്ചയ്ക്ക് 1 വീക്കിനൊക്കെ 7 നോട്ട് മോർ ദാൻ 7 ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അവരെ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മണി അറ്റ് കോളും ഷോർട്ട് നോട്ടീസും കൊടുക്കാറുണ്ട്. കൺസ്യൂമർ ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹൗസ് ഹോൾഡ് വാങ്ങിക്കാൻ വേണ്ടി കൺസ്യൂമേഴ്സിനെ കൊടുക്കുന്ന ക്രെഡിറ്റാണ് കൺസ്യൂമർ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. മിസ്ലേനിയസ് അഡ്വാൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാവരും ലോൺസ് കൊടുക്കും. അതാണ് മിസ്ലേനിയസ് അഡ്വാൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.